പേവിഷബാധയ്ക്കെതിരായ ഓറൽ റാബീസ് വാക്സിൻ നിർമ്മാണം അവതാളത്തിൽ. കേരളം സ്വന്തമായി വികസിപ്പിക്കുന്ന വാക്സിൻ എന്ന പേരിൽ ആരംഭിച്ച പദ്ധതി 2 വർഷം പിന്നിടുമ്പോഴും എങ്ങും എത്തിയിട്ടില്ല. 2023 ബജറ്റിൽ 5 കോടി വകയിരുത്തിയ പദ്ധതി 5 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കും എന്നായിരുന്നു സർക്കാർ അവകാശവാദം. സംസ്ഥാനത്ത് പേവിഷബാധ മരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് തദ്ദേശീയമായി വാക്സിൻ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പദ്ധതി ആരംഭിച്ചത്. ഓറൽ റാബീസ് എന്ന പേരിൽ വാക്സിൻ വികസിപ്പിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തു. മൃഗസംരക്ഷണ വകുപ്പ്, വെറ്റിനറി സർവകലാശാല എന്നിവയുടെ സഹകരണത്തോടെ തോന്നയ്ക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയിൽ വാക്സിൻ വികസിപ്പിക്കാനാണ് പദ്ധതിയിട്ടത്. വാക്സിൻ നിർമ്മാണം തിരുവനന്തപുരം പാലോട് വെറ്റിനറി ബയോളജിക്കൽ നടത്താനും തീരുമാനിച്ചു. ഇതിനായി 2023 ബജറ്റിൽ 5 കോടി രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തു. 5 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിച്ച് വാക്സിൻ വിപണിയിലെത്തിക്കുമെന്നായിരുന്നു സർക്കാർ അവകാശവാദം. എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ച് 2 വർഷം പിന്നിടുമ്പോഴും ഒരു ചെറുവിരൽ അനക്കുവാൻ പോലും ആരോഗ്യവകുപ്പിനും സർക്കാരിനും സാധിച്ചിട്ടില്ല. രാജ്യത്ത് ആദ്യമായാണ് മൃഗങ്ങൾക്കുള്ള ഓറൽ വാക്സിൻ നിർമ്മിക്കുന്നതെന്ന പേരിൽ സർക്കാർ പ്രാരംഭ നടപടികൾ ആരംഭിച്ചത്. എന്നാൽ പിന്നീട് പദ്ധതിക്ക് എന്ത് സംഭവിച്ചു എന്നതിന് കൃത്യമായ ഉത്തരമില്ല. കഴിഞ്ഞ ദിവസമാണ് പ്രതിരോധ കുത്തിവെപ്പെടുത്ത കുട്ടി പേവിഷബാധയേറ്റ് മരിച്ചത്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ കൊട്ടിഘോഷിച്ച് ആരംഭിച്ച ഓറൽ റാബീസ് വാക്സിൻ ചർച്ചയാകുന്നത്. ജനം, തിരുവനന്തപുരം.